അവൻ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് സാരി തലപ്പ് മാറ്റി. അവൾ ഞെരങ്ങി. അവൻ കൈകൊണ്ട് ബ്ലൗസിൻ്റെ ഹുക്ക് അഴിക്കാൻ ശ്രമം തുടങ്ങി. ഇപ്പോൾ വേണ്ട, പ്ലീസ്. പിന്നെ എന്തോ മൂടില്ല. ഓക്കെ, നിന്നെ ഒന്ന് കാണാനായല്ലോ, അത് മതി. ഇത് കഴിക്ക്. ചൂടാക്കിയ ബ്രെഡ് അവൾക്ക് നീട്ടി അവൻ പറഞ്ഞു. അവൾ അതുമായി ഹോളിലേക്ക് പോയി. മനുവിനാകെ ഒരു നാണക്കേട് പോലെ തോന്നി. രാഖി എന്ത് വിചാരിച്ച് കാണും? ഇതിനു വേണ്ടി മാത്രമുള്ള സ്നേഹമാണ് തനിക്ക് അവളോടെന്ന് കരുതുമോ? പെട്ടെന്ന് അവളെ അടുത്ത് കിട്ടിയപ്പോൾ ഇപ്പോഴത്തെ തരവും സന്ദർഭവും ഒന്നും ഓർത്തില്ല. അവളിപ്പോൾ പഴയ രാഖിയല്ല, മറ്റൊരാളുടെ ഭാര്യയാണ്. 10 വർഷത്തോളമായി മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നവളാണ്. ഓർക്കും തോറും മനുവിന് തന്നോട് തന്നെ ദേഷ്യം തോന്നി. അവളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അടുക്കളയിൽ തന്നെ നിന്നു. ഒരു കട്ടൻ ചായക്ക് വെച്ചപ്പോഴാണ് പുറകിലൊരു നനവ്. തൻ്റെ പിൻകഴുത്തിൽ രാഖിയുടെ ചുണ്ടുകൾ അമരുന്നു. തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണുകൾ വിടർന്നു. സാരിയൊക്കെ മാറി അവളൊരു ഗൗൺ ഇട്ടിരിക്കുന്നു. ഇത് എവിടെ നിന്ന് കിട്ടി? ഏതായാലും കൊള്ളാം. അതിനിടയിൽ ഒന്നും ഇട്ടിട്ടില്ല എന്ന് മനസ്സിലായി. അവളുടെ ആകാരവടിവുകളെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട്. അവൾക്ക് തന്നോടൊരു ദേഷ്യവുമില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. താനവളെ ആഞ്ഞു പുൽകി. നിറഞ്ഞു തുളുമ്പുന്ന മാറിടം അവൻ്റെ ശരീരത്തിൽ അമങ്ങി. അവൾ പതിയെ അവൻ്റെ ഷർട്ട് അഴിച്ചു. നെഞ്ചിലെ രോമത്തിലേക്ക് മുഖം പൂഴ്ത്തി. അതെ, പണ്ടും അവൾക്ക് തൻ്റെ നെഞ്ചിലെ രോമഹാരമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ താൻ ആ രോമം ട്രിം ചെയ്തതിന് എന്തോരം ബഹളമായിരുന്നു അവൾ. ആ രോമത്തിലൂടെ വിരലോടിക്കാനും നക്കാനുമൊക്കെ അവൾക്ക് എന്നും ഏറെ ഇഷ്ടമായിരുന്നു. ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ നോവിക്കുന്നതും അതിൽ പിടിച്ചു വലിച്ചു തന്നെ. അവൾ നാക്കുകൊണ്ട് അവിടെ മുഴുവൻ ഒഴിയാൻ തുടങ്ങി. കടിച്ചു വലിക്കുന്നുമുണ്ട്. ആ പെണ്ണേ, എന്തേ ഇഷ്ടപ്പെടുന്നില്ലേ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിൻ്റെ വൈഫ് അതിന് മാത്രമുള്ളതാണോ? ദേഷ്യഭാവത്തിൽ അവൾ നോക്കി. നീയല്ലാതെ ആരാടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അവൾക്കതിലൊന്നും താല്പര്യമില്ല. വീണ്ടും ആർത്തിയോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പടർന്നു കയറി. നിയന്ത്രണമില്ലാതെ അവളുടെ മാറിടം തുള്ളുന്നുണ്ടായിരുന്നു. ഗൗണിന് മുകളിലൂടെ അവനത് ഞെരടി ഉടച്ചുകൊണ്ടിരുന്നു. എന്തൊരു സൈസാടി, പഴയതുപോലല്ല. എത്രയിപ്പോൾ? നീ പറയേ, അളവെടുത്തിട്ട് പറയാട്ടോ, ഒരു വഷളം ചിരിയോടെ മനു പറഞ്ഞു. അവൾ തിരിഞ്ഞു നടന്നു. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള കാഴ്ച അതാണെന്ന് മനുവിന് തോന്നിപ്പോയി. ഒട്ടിക്കിടന്ന ഗൗൺ അവളുടെ അരക്കെട്ടിൻ്റെയും നിതംബത്തിൻ്റെയും ചിത്രം വളരെ വ്യക്തമാക്കി തരുന്നു. നടക്കുന്ന താളത്തിൽ അവ പതിയെ കുലുങ്ങുന്നു. നിയന്ത്രിക്കാനായില്ല മനുവിന്. പിറകിലൂടെ ചെന്ന് അവളെ ഞെരിച്ചമക്കി തന്നിലേക്ക് അടുപ്പിച്ചു. ഒരു കുറുകലോടെ അവൾ ചേർന്നു. ഒരുതരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു രണ്ടാൾക്കും. അവളുടെ നാഭിചുഴിയിലേക്ക് മുഖമമർത്തി അവൻ വലിച്ചു കുടിച്ചു. ഞെരങ്ങലുകൾ ആക്രോശമായി മാറുന്നു. വസ്ത്രത്തിൻ്റെ മറയില്ലാതെ അവരിരുവരും 2 കൂറ്റൻ കളകളെപ്പോലെ പരസ്പരം പോരടിച്ചു. നഗ്ന ശരീരങ്ങൾ തമ്മിൽ ഉരഞ്ഞു. നാവുകൊണ്ട് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഒടുവിൽ തളർന്നു വീണ് ആലസ്യത്തിൽ അവൻ അവളെ ചേർത്തു പിടിച്ച് ചുംബിച്ചു. നീ എൻ്റെയാ എന്നും. അവൾ കുറുകി. സുഖത്തിൻ്റെ ആ മയക്കത്തിൽ നിന്നും അവൾ ഉണർന്നപ്പോൾ അവൻ അവളുടെ കാലുകൾ മടിയിലേക്ക് എടുത്തു വെച്ച് തഴുകുകയായിരുന്നു. സ്വർണ്ണ നിറമുള്ള അവളുടെ കാലിലെ രോമങ്ങൾ പതിയെ വലിക്കുന്നുണ്ട് ഇടയ്ക്ക്. എന്ത് ചെയ്യാ? കൊഞ്ചലോടെ അവൾ ചോദിച്ചു. നിൻ്റെ രോമങ്ങൾ എണ്ണോ ഞാൻ? എന്നിട്ട്? കഴിയാറാകുന്നു. ഇത് കഴിഞ്ഞിട്ട് മുകളിലേക്ക്. കണ്ണും കൊണ്ട് രാജ്ഞി കാണിച്ച് അവൻ. നാണം കൊണ്ടവൾ പൂത്തുലഞ്ഞു. ഷീറ്റ് വാരിച്ചൂടി എഴുന്നേൽക്കാൻ ശ്രമിച്ചവൾ. അവൻ ഒരു ഷീറ്റ് വലിച്ച് മാറ്റി. മറക്കേണ്ട, എനിക്ക് കൊതി തീരെ കാണണം. കൊതി മാറില്ലേ? ഇല്ല, മാറില്ല ഒരിക്കലും. അവൾ കൈകുത്തി ബെഡിലൂടെ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ പതിയെ ചരിഞ്ഞു കിടന്നു. അടുത്തെത്തി അവൾ അവൻ്റെ ചെവിയിൽ പതിയെ കടിച്ചുകൊണ്ട് ചോദിച്ചു. അളന്നോ? എന്നിട്ട്? എത്രയാ? പറ. അവൻ അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. വൃത്തിയേട്ടവനെ, അത്രയൊന്നും ഇല്ലെന്നേ. അവൾ കൈകൊണ്ട് മാർട്ടം മറയ്ക്കാൻ ശ്രമിച്ചു. അവന് വീണ്ടും മൂടാവുകയായിരുന്നു. അവളുടെ മാർഡങ്ങൾക്കിടയിലേക്ക് മുഖമൊളിപ്പിച്ച് അവൻ നാക്കുകൊണ്ട് അവിടെ മാകെ ചിത്രം വരച്ചു. വീണ്ടും ഒരു കുതിരപ്പോര്. ആദ്യ രാത്രിയിൽ കാമമല്ലാതെ മറ്റൊന്നും ഓർക്കാത്തവരെ പോലെ ഇരുവരും കുറേയേറെ തവണ കയറിയിറങ്ങി. കിതച്ചുകൊണ്ട് രാഖിയെ നോക്കി. മനു തളർന്നു മയങ്ങി. നഗ്നമായ മുതുകിലൂടെ വിരലൊടിച്ചുകൊണ്ട് മനു വിളിച്ചു. രാഖു. ഒരു ഞെരക്കമായിരുന്നു മറുപടി. അടുത്തേക്ക് കിടന്നു മനു അവളെ വീണ്ടും ചേർത്തു പിടിച്ചു. പഞ്ഞിക്കെട്ടുപോലുണ്ട് പെണ്ണ്. ബാത്റൂം തുറന്നിറങ്ങി വരുന്ന രാഖിയെ കണ്ടതും വീണ്ടും അവൻ വിങ്ങുന്നത് മനു അറിഞ്ഞു. ഒരു ടവൽ മാറിന് മുകളിൽ ഉടുത്തിരിക്കുകയാണ് രാഖി. തുടവരെ മാത്രം മറഞ്ഞു നിൽക്കുന്നു. മുഴുത്ത പാൽക്കുടങ്ങൾ പകുതിയും പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്നു. വെണ്ണ പോലുണ്ട് നിറം. എന്തൊരു മുഴുപ്പാ പെണ്ണിന്. എന്താ? രാഖി കുലുങ്ങി ചിരിച്ചു. കുലുക്കാതെ, അതിപ്പോൾ അഴിയും. വൃത്തികേട്. ഇനി വന്നേടി. മനു രാഖിയുടെ കയ്യിൽ പിടിച്ചു. വിട്ടേ, സമയം ഒരുപാടായി, പോവണ്ടേ? ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പിന്നെ ഞാനെങ്ങനെ അടങ്ങും? പിന്നെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അങ്ങനല്ല പെണ്ണേ, ഇങ്ങനെയൊക്കെ നിന്നെ കണ്ടാൽ എനിക്ക് പിന്നെ കൺട്രോൾ കിട്ടില്ല. ഇപ്പോൾ തന്നെ എൻ്റെ സ്റ്റാമിന മൊത്തം പോയി കിടക്കുക. എന്നിട്ട് ഇപ്പോഴും ആർത്തിയാണല്ലോ. അതിപ്പോൾ നിന്നെ എനിക്ക് കണ്ട് മതിയായില്ലടി. നമുക്കിന്നിവിടെ തങ്ങിയാലോ? അയ്യോ, നടക്കില്ല മോനെ. പെട്ടെന്ന് വല്ലതും എടുത്ത് എന്നെ കൊണ്ടാക്കാൻ നോക്ക്. ശരിയാണ്, രാഖി പറയുന്നതിലും കാര്യമുണ്ട്. മനസ്സോടെ ബാത്റൂമിലേക്ക് നടക്കുമ്പോഴും അവൻ അവളെ കണ്ണുകൊണ്ട് ഒഴുങ്ങിയെടുക്കുകയായിരുന്നു. കുളിച്ചിറങ്ങി ഡ്രസ്സ് ചെയ്തപ്പോഴേക്കും രാഖി വന്നു. സാരി ഉടുത്ത് മുടിയൊക്കെ ഒതുക്കിയിട്ടുണ്ട്.
ഒന്ന് വേഗം ചെക്ക. കൊഞ്ചലോടെ വന്ന് ഷർട്ടിൻ്റെ ബട്ടൺ സെറ്റ് തരുന്ന അവളെ കണ്ണെടുക്കാതെ അവൻ നോക്കി. താൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഇങ്ങനത്തെ ജീവിതം. പെണ്ണ് നെഞ്ചത്തെ രോമം പിടിച്ചു വലിച്ചു. വാന്നേ. മനസ്സോടെ റെഡിയായി ഇറങ്ങി. ഇരുവരും ഉച്ചയ്ക്കൊന്നും കഴിച്ചിരുന്നില്ല. എങ്കിലും അവർക്ക് നിറഞ്ഞിരുന്നു. കാറിൽ അതേ വാഗമര ചുവട്ടിലെത്തിയപ്പോഴേക്കും ഇരുവരും ഒന്ന് പിടഞ്ഞു. ഈ സ്വപ്നലോകം അവസാനിക്കാതിരുന്നെങ്കിൽ വെറുതെ ഇരുവരും ഓർത്തു. കാറിൽ നിന്നിറങ്ങി മറ്റൊരാളെപ്പോലെ രാഖി വേഗം നടന്നകന്നു. മനു ആ വഴിയെ നോക്കിയിരുന്നു പോയി. കാർ നിർത്തിയപ്പോഴേക്കും ഗീതു ഇറങ്ങി വന്നു. എത്തിയോ? വൈകുമെന്ന് പറഞ്ഞിട്ട്. മനു മറുപടിയൊന്നും പറഞ്ഞില്ല. റൂമിലെത്തി ഷർട്ട് മാറിയിടുമ്പോൾ ശ്രദ്ധിച്ചു. രാഖിയുടെ മണം ഇപ്പോഴും തന്നെ വിട്ടുപോയിട്ടില്ല. ആ മണം ആത്മാവിലേക്ക് ആവാഹിക്കും പോലെ അവനത് മൂക്കിനോടടുപ്പിച്ചു. മനുവേട്ടാ. പെട്ടെന്ന് മനു ഞെട്ടിത്തിരിഞ്ഞു. കഴിക്കാമായോ? ഞാൻ കഴിച്ചു പറഞ്ഞുകൊണ്ട് മനു ബാത്റൂമിലേക്ക് നടന്നു. ആ നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ മനുവിന് വിസ്മയം തോന്നി. തൻ്റെ ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന രാഖിയാണ് തനിക്ക് ചുറ്റും. എത്തിയോ? ആവോ. വിളിച്ചില്ല. ഓർത്തതും മനു തിരികെ എത്തി രഹസ്യ വാട്സപ്പ് തുറന്നു. എത്തി. കൂടെ ഒരു ഫോട്ടോയും. അവൻ്റെ മനസ്സ് തുള്ളിച്ചാടി. ബാൽക്കണിയിൽ അകലേക്കും കണ്ടുനിന്നിട്ട് ആ ഇരിപ്പ് എത്ര നേരം നീണ്ടുവെന്നറിയില്ല. എഴുന്നേറ്റ് റൂമിലെത്തിയതും കണ്ടു ബെഡൊക്കെ വിരിച്ചിട്ടിരിക്കുകയാണ്. ഗീതുവിനെ കാണുന്നില്ല. താഴെയാകും. അതൊരനുഗ്രഹം പോലെ തോന്നി മനുവിന്. കണ്ണടച്ചങ്ങനെ കിടന്നപ്പോൾ കാലൊച്ച കേട്ടു. ഉറങ്ങിയോ? ഒന്നും മിണ്ടിയില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് അരികിൽ വന്ന ഗീതു ചേർന്ന് കിടന്നു. തലമുടിയിലൂടെ വിരലൊടിച്ചു. പതിയെ ആ വിരലുകൾ താഴേക്കിറങ്ങി. കണ്ണിൽ, മൂക്കിൽ, ചുണ്ടിൽ, മുഖമാകെ അവൾ വിരലൊടിക്കുകയാണ്. എന്തേ? മനു ചോദിച്ചു പോയി. ഒന്നുമില്ലെന്നേ. പറഞ്ഞതും എഴുന്നേറ്റ് അവൻ്റെ തല അവളുടെ മടിയിലേക്ക് എടുത്തു വെച്ചു. മനു കണ്ണു തുറന്നു. ജനലിലൂടെ വരുന്ന മങ്ങിയ വെളിച്ചത്തിൽ അവൻ കണ്ടു ആ കണ്ണുകളിലെ ഭാവം. അവൾ അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. നനഞ്ഞ മുടി അവൻ്റെ മുഖത്തേക്ക് വീണു. ഒരു നിമിഷം അവനത് രാഖിയാണെന്ന് തോന്നി. തൻ്റെ ചുണ്ടിലേക്ക് അമരുന്ന ആ നനഞ്ഞ ചുണ്ടുകൾ രാഖിയുടേതല്ല മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തനിക്ക് തടയാനാവുന്നില്ല. ആ ചുംബനം ആത്മാർത്ഥമായി ആസ്വദിക്കാനുമാകുന്നില്ല. ഗീതു അപ്പോൾ അവൻ്റെ നാക്ക് വായ്ക്കുള്ളിലാക്കി അമർത്തി നുണയുകയായിരുന്നു. താനിങ്ങനെ നിസ്സംഗതയോടെ കിടന്നാൽ ഗീതുവിന് വിഷമമാകും. എങ്കിലും അവൻ പറഞ്ഞത് മറ്റൊന്നാണ്. ഗീതു പ്ലീസ് ഇന്ന് വേണ്ട. ഒരു ഞെട്ടലോടെ ഗീതു അകന്നു മാറി. ഒരു നിമിഷത്തിന് ശേഷം അവൾ അവൻ്റെ ചെവിയുടെ അടുത്ത് വന്ന് പറഞ്ഞു. സോറി ഏട്ടാ. തലവേദനയാണെന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. അവനൊന്നും പറഞ്ഞില്ല. പകരം അവളെ ചേർത്ത് പിടിച്ചു. പാവം. പീരീഡ്സ് കഴിഞ്ഞ് കുറച്ച് ദിവസം പെണ്ണിന് ഇങ്ങനെയാ, വല്ലാത്ത മൂടാ. പക്ഷേ ഇന്നിപ്പോൾ തനിക്ക് വയ്യ, പറ്റുന്നില്ല. പകൽ മുഴുവൻ സമയ പരിപാടിയായിരുന്നല്ലോ. ഉറക്കം വരുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് മനു ഫോണെടുത്ത സമയം നോക്കി. 2 മണിയോടെടുക്കുന്നു. കുറച്ച് വെള്ളം കുടിച്ച ശേഷം മനു ഗീതുവിനെ ഒന്ന് നോക്കി. നല്ല ഉറക്കമാണ് പെണ്ണ്.